അടുത്തതായിട്ട് ഈ രാധാകൃഷ്ണന്മാരുടെ തൂണിന്റെ തൊട്ടടുത്തായിട്ട് കാളിയമർദ്ദന രൂപം നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഈ കാളിയമർദ്ദന കൃഷ്ണന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുള്ളത് സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക എന്നാണ്. ഇതിനൊരു കാരണം എന്താ വെച്ചാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ കൃഷ്ണനാട്ടം കളിയില് കാളിയമർദ്ദനം എന്ന കൃഷ്ണനാട്ടത്തിന് രോഗശമനം എന്നാണ് ഫലശ്രുതിയായിട്ട് പറയാറുള്ളത്. അതായത് കാളിയമർദ്ദനം ചൊല്ലിയാൽ നമുക്ക് രോഗശാന്തിയാണ് ലഭിക്കുക എന്നാണ് പറയുക. അല്ലെങ്കിൽ കാളിയമർദ്ദനം, കൃഷ്ണനാട്ടം കളിക്ക് വിഷബാധാശമനം, രോഗശമനം എന്നിവയാണ് ഫലശ്രുതിയായി പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാളിയമർദ്ദന രൂപനെ എത്തിയാൽ അവിടെ രോഗശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ. സർവ രോഗവിനാശന, സർവ പാപവിനാശന, സർവ ദുഃഖ വിനാശന, സർവ സൗഖ്യപ്രദായക എന്ന് ചൊല്ലാറുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കാളിയമർദ്ദനം കഥ അവിടെ നിന്ന് അനുസ്മരിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നാരായണീയത്തിലെ 55, 56 എന്ന ദശകങ്ങൾ ചൊല്ലുന്നതും വളരെ നല്ലതാണ്. ഇതിനൊക്കെ സമയം അനുവദിക്കുമെങ്കിൽ നാലമ്പലത്തിനകത്ത് നമുക്ക് നിൽക്കുന്നതിന് കുറച്ച് സമയപരിധി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഈ കാളിയമർദ്ദന രൂപത്തിന്റെ നേരെ ശ്രീലകത്തിന്റെ ചുമരിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ താമരക്കണ്ണനെ കാണാൻ സാധിക്കും. താമരക്കണ്ണനെ എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടത് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നാണ് പറയേണ്ടത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം ഉണ്ടാവില്ലേ, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ആ മന്ത്രം കൊണ്ട് താമരക്കണ്ണനെ സ്തുതിച്ചോളൂ. അദ്ദേഹം നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.